എടാ ചക്ക, നേരം 9 മണിയായി, ഇതുവരെ എണീറ്റിട്ടില്ലേ? ഇല്ല അമ്മ, എനിക്ക് ഇന്നലെ രാത്രി ഒട്ടും ഉറങ്ങാൻ പറ്റിയില്ല. അതെന്താ, നീ കക്കാൻ പോയിരുന്നോ? അമ്മയുടെ ഒരു വലിച്ച കോമഡി. അതൊന്നുമല്ല, എനിക്ക് ഇന്നലെ തീരെ സുഖമില്ലായിരുന്നു. എന്താ, നിനക്ക് പനിയുണ്ടോ? പനിയൊന്നുമില്ല, എനിക്ക് ഇന്നലെ രാത്രി ഭയങ്കര ഛർദിയായിരുന്നു. അതെന്താ ഇപ്പൊ പെട്ടെന്നൊരു ഛർദി? പനിയൊന്നും ഇല്ലാതെ വരെ ഛർദിയും വരണമെങ്കിൽ അത് ഫുഡ് പോയ്സൺ ആയിരിക്കും. പക്ഷെ ഫുഡ് പോയ്സൺ ആണെങ്കിൽ നീ കഴിച്ച ഫുഡ് തന്നെയല്ലേ ഞങ്ങളും കഴിച്ചത്, അപ്പൊ ഞങ്ങൾക്കും വരണ്ടേ? വേഗം പറയ്, ഇല്ലെങ്കിൽ 2 രൂപ എന്റെ അടുത്ത് കിട്ടും. അതമ്മ, ഇവൻ നമ്മടെ കുടിക്കുന്ന കാശ് മോഷ്ടിച്ച് ഇവന്റെ ഫ്രണ്ടിനും കൂട്ടിയിട്ട് നമ്മുടെ ജംഗ്ഷനിലെ തട്ടുകടയിൽ നിന്ന് ഫുഡ് കഴിച്ചിരുന്നു ഇന്നലെ. 3-നുള്ളത് ഞാൻ തരാം. എന്തിനാ ഞങ്ങൾ അടിക്കുന്നത്? ഇവനല്ലേ മോഷ്ടിച്ചത്. മോഷണം കണ്ടിട്ട് നിങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾക്കുണ്ടടി. അത് ഇവന് പറയരുത് എന്ന് പറഞ്ഞിട്ടാ. അതിനെന്നെ അടി തരുന്നത്. അപ്പൊ ഇനി മുതൽ പറയാൻ തോന്നും. അയ്യോ, എനിക്ക് ഛർദിക്കാൻ വരുന്നു. അയ്യോ, എനിക്ക് വയ്യായേ. ഓരോന്ന് ചെയ്തു കൂട്ടുമ്പോ ആലോചിക്കണം. വൃത്തിയില്ലാത്ത ഓരോ സ്ഥലത്ത് പോയി ഭക്ഷണം കഴിച്ചിട്ട് എന്നെ കൊണ്ട് ബാക്കി പറയിപ്പിക്കണ്ട. എന്നെ ചെയ്യൂല അമ്മ, സോറി. നിന്റെ ഒരു സോറി. എന്നെ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോ അമ്മ, എനിക്ക് തീരെ വയ്യ. നീ കാരണം ഉള്ള കാശ് മുഴുവൻ ഹോസ്പിറ്റലിൽ കൊടുക്കാനുള്ള സമയം. വേഗം പോയി റെഡി ആയിട്ട് വായോ. നിനക്കൊരു 4 ഇഞ്ചക്ഷൻ എങ്കിലും വെക്കാൻ ഡോക്ടറിനോട് പറയണം. അയ്യോ, ഇഞ്ചക്ഷൻ വെക്കോ? പിന്നെ വെക്കാതെ? അത് വേണ്ട, മരുന്ന് മതി. പിന്നെ ഇത്രയും ഫുഡ് പോയ്സൺ അടിച്ചിട്ട് മരുന്നോണ്ടൊന്നും മാറൂല. അയ്യോ, നിനക്ക് വേണമെങ്കിൽ പോയി ഡ്രസ്സ് മാറ്. എന്താ മോനെ പേര്? ഇക്രു. എത്ര വയസ്സായി? 8. എന്താ അസുഖം? മോൻ വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ടല്ലോ. ഇവൻക്ക് ഫുഡ് പോയ്സൺ ആയതാ. ഇന്നലെ ഒരു തട്ടുകടയിൽ പോയിട്ട് അവൻ ഫുഡ് കഴിച്ചിരുന്നു. അതിനുശേഷം തുടങ്ങിയ ഛർദിയാ. അപ്പൊ എന്തായാലും ഫുഡ് പോയ്സൺ തന്നെയാണ്. അതെന്തിനാ മോനെ ഇങ്ങനെ വൃത്തിയില്ലാത്ത സ്ഥലത്തൊക്കെ പോയി ഭക്ഷണം കഴിക്കണത്? പറ്റിപ്പോയി ഡോക്ടറെ. ഇനി അങ്ങനെ ചെയ്യരുത്. വീട്ടിൽ തന്നെ നല്ല ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചാ പോരെ. എന്തായാലും ഇത്രയധികം ഛർദിക്കണത് നിൽക്കണമെങ്കിൽ ഇഞ്ചക്ഷൻ തന്നെ വേണം. അയ്യോ, ഇഞ്ചക്ഷൻ പേടിക്കൊന്നും വേണ്ട. ഞാൻ ഇഞ്ചക്ഷനും കുറച്ച് മരുന്നുകൾ എഴുതുന്നുണ്ട്. ഇനി ഒരാഴ്ചത്തേക്ക് വെറും കഞ്ഞി മാത്രം കൊടുത്താൽ മതി. അപ്പൊ നിങ്ങൾ ഇഞ്ചക്ഷൻ റൂമിലേക്ക് വായോ. അമ്മ, എനിക്ക് പേടിയാവണു. മിണ്ടാതെ അവിടെ കടന്ന് ഓരോന്ന് വരുത്തി വെക്കുമ്പോ ആലോചിക്കണം. കൈ കാണിക്കും മോനെ. ഡോക്ടർ, വേദനിക്കാതെ കുത്തണേ. ചെറിയൊരു വേദന ഉണ്ടാവുള്ളൂ, പേടിക്കണ്ട കേട്ടോ.